നിലമ്പൂരിലെ വിദ്യാർത്ഥിയുടെ മരണം ചിലർ വിൽക്കുകയാണ് എന്ന് പറയുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളം അംഗീകരിക്കുന്ന ശൈലിയല്ല ഇത്. UDF പരാജയ ഭീതിയിലാണ് എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആ മരണം അങ്ങേയറ്റം ദുഃഖകരമാണ്. ആ വേദനയുടെ രൂക്ഷതയിലും സംയമനം പാലിക്കുന്ന ആ കുടുംബത്തിൻ്റെ വേദനയിൽ ദുഃഖത്തിൽ LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പങ്കുചേരുന്നു. പക്ഷേ ചില കേന്ദ്രങ്ങൾ നിലമ്പൂരിൽ ഇപ്പോൾ മരണം വിൽക്കുകയാണ്, ദുഃഖം വിൽപ്പന പണ്ടമാക്കുകയാണ്. അത് UDF ആണ്. UDF അവരുടെ എല്ലാ കൂട്ടാളികളുടെയും പിന്തുണയോടുകൂടി അവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഈ കുഞ്ഞിൻ്റെ മരണത്തെ രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നാണ്. അതൊരിക്കലും കേരളം അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലിയല്ല. ആ ശൈലി മനുഷ്യത്വഹീനമാണ്. ആ ശൈലിയാണ് UDF ഇപ്പോൾ പഥ്യമായ മാർഗമായി സ്വീകരിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, അടിമുടി UDF പരാജയ ഭീതിയാൽ വിറയ്ക്കുകയാണ്. എന്തെല്ലാം ചെയ്താലും ആരുടെയെല്ലാം കൂട്ടുപിടിച്ചാലും ജയിക്കാൻ കഴിയുമെന്ന് പരീക്ഷിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ജയിക്കില്ല എന്നുറപ്പായപ്പോഴാണ് ഇപ്പോൾ UDFകാർ നിലമ്പൂരിൽ മരണത്തിൻ്റെ കച്ചവടക്കാരായി മാറുന്നത്. ഇതൊന്നും കൊണ്ട് UDFനെ കാത്തിരിക്കുന്ന ദയനീയമായ പരാജയം ഒഴിവാക്കാൻ അവർക്കാകില്ല.